ഗൈസ്, എനിക്ക് തോന്നുന്നില്ല ഇത് അലാദീൻ ആണെന്ന്. കാരണം അറേബ്യൻ കഥകളിലെ അലാദീൻ ഇങ്ങനെയൊന്നുമല്ല. ഒരുപക്ഷെ അലാദീൻ്റെ കയ്യിൽ ഒരു അത്ഭുത വിളക്കുണ്ടല്ലോ, ആ അത്ഭുത വിളക്കിലെ ജീനി അലാദീൻ്റെ രൂപം മാറിയിട്ട് ആയിരിക്കുമോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിക്കുന്നത്? അജാദി മാജിക്കൽ പെർഫോമൻസ് ആണ് ചെങ്ങായി നടത്തുന്നത്. ഒരു മത്സരത്തിൽ 3 ഗോൾ കോൺട്രിബ്യൂഷനുകൾ, ISL തന്നെ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഗോൾ അടിച്ചിട്ടുള്ള താരം, 7 അസിസ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള താരം. ഇതാ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസും ഫാക്ടർ ആയിക്കൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പ്ലേ ഓഫിലേക്ക് കയറുന്നു. അങ്ങനെ ഇതാ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന 5ാമത്തെ ടീമായിട്ട് മാറുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. തീർത്തും ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചെന്നൈയിനെതിരെ ചെന്നൈയിൻ്റെ ഹോമിൽ പോയി നടത്തിയെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് എ പെർഫോമൻസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നടത്തിയതെന്നുള്ളതാണ്. കളിയുടെ തുടക്കത്തിൽ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഇപ്പോൾ ജിതിന് തന്നെ ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ നല്ല ചില അവസരങ്ങൾ കിട്ടി, പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അധികം താമസിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് 6ാമത്തെ മിനിറ്റിൽ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തങ്ങളുടെ ആദ്യത്തെ ഗോൾ നേടുന്നു എന്നുള്ളതാണ്. നെസ്റ്ററിൻ്റെ ഒരു കിടിലൻ ലോങ് റേഞ്ചർ ഗോളാണ്. പക്ഷേ ആ ഒരു ഗോള് ഒരു ഉഗ്രനായിട്ടുള്ള ബാക്ക് ഹീലാണ്. അത് ഒരു മാജിക്കൽ ടച്ച് എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന തരത്തിലാണ് അലാദീൻ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും നെസ്റ്ററിന് അത് അടിക്കാനായിട്ട് സാധിക്കുന്നതും. പിന്നീട് 28ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഒരു ഗോള് ഡുവയിൽ നിന്നാണ് വന്നെങ്കിൽ മറ്റേത് ഒരു ട്രയോ ഗോളെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബെമ്മാമർ, അലാദീൻ ആൻഡ് ജിതിൻ എം.എസ്. അത് ഒരു ക്യുക്കായിട്ടുള്ള 1-to-1 കളിച്ചൊരു കിടിലനായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, ഒരു ക്ലാസി മൂവ്മെൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവിടെ നിന്നാണ് ജിതിൻ എം.എസിന് ആദ്യ മിനിറ്റിൽ തന്നെ ഗോൾസ് വരേണ്ടതായിരുന്നു. അതിന് ഒരു പകരം കിട്ടി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ 2ാമത്തെ ഗോളും ജിതിൻ്റെ ഈ ഒരു മത്സരത്തിൽ ആദ്യത്തെ ഗോളും സ്വന്തമാക്കുന്നത്. 2 ഗോളിന് അസിസ്റ്റ് ചെയ്തിട്ടുള്ള അലാദീൻ ഒരു ഗോൾ അടിച്ചില്ലെങ്കിൽ പുള്ളിക്ക് ഉറക്കം വരില്ല. എല്ലാ മത്സരത്തിലും പുള്ളിക്ക് അതൊരു ശീലമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. 3ാമത്തെ ഗോളും ആദ്യ പകുതിയിൽ തന്നെ ഒരു ലെഫ്റ്റിലേക്കുള്ള ഒരു ബോള് സബാക്ക് കൊടുക്കുന്നു. ജിതിൻ എം.എസിൻ്റെ ഒരു ഉഗ്രൻ റണ്ണാണ്. അവിടെ നിന്ന് ഒരു കട്ട് ബാക്ക് കൊടുത്തു. ആദ്യം അടിച്ചത് എനിക്ക് റയാൻ എഡ്വേർഡ്സ് ആണെന്ന് തോന്നുന്നു അത് ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷേ അത് അവർ ഇത് ആ ബോളിലേക്ക് വീണ്ടും അലാദീൻ ചാർജ് ചെയ്തിട്ടാണ് മനോഹരമായിട്ട് അതാക്കി. 3-0 എന്ന് പറഞ്ഞാൽ ആദ്യ പകുതിയിൽ തന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലീഡിലേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് എത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പറഞ്ഞ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡോമിനേഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ 11 ഷോട്ട്സും 4 ഷോട്ട് ഓൺ ടാർഗറ്റും അതിൽ 3 ഷോട്ടുകളും ഗോളാക്കി മാറ്റാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഒരു വലിയ നേട്ടം തന്നെ ഉണ്ടാക്കി. എന്നാൽ ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പകുതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 ഷോട്ടും 3 ഷോട്ട് ഓൺ ടാർഗറ്റും ഉണ്ടായി. പക്ഷേ ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് ചെന്നൈയിൻ എഫ് സിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇതിൽ 1-2 എണ്ണമെങ്കിലും കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ മാച്ച് കുറച്ചും കൂടി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ടൈറ്റ് ആകുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നേനെ. ഇതിൽ എടുത്തു പറയേണ്ടതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഡിഫൻസിൻ്റെ പെർഫോമൻസ്. എസ്പെഷ്യലി ഗുർമീത് സിംഗ് ഈ ഒരു മത്സരത്തിലൊരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണ് നടത്തിയത്. ആദ്യ പകുതിയിലും 2ാം പകുതിയിലുമായിട്ട് മികച്ച സേവുകളാണ് നടത്തിയത്. പിന്നെ 2ാം പകുതിയിലേക്ക് വരുമ്പോഴത്തേക്കും നോർത്ത് ഈസ്റ്റ് കുറച്ചും കൂടി ഒന്ന് സിറ്റ് പാക്ക് ചെയ്ത് കളിക്കാമെന്ന് പറയുന്ന ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ കളിക്കാമെന്നുള്ള രീതിയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ 2ാം പകുതിയിൽ ആദ്യത്തെ മിനിറ്റുകളിലൊക്കെ തന്നെ ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തു നിന്നുള്ള ബാക്ക് ടു ബാക്ക് അറ്റാക്കുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പം ആദ്യ പകുതി ഞാൻ പറഞ്ഞു ചെന്നൈയിൻ എഫ് സി 5 ഷോട്ടും 3 ഷോട്ട് ഓൺ ടാർഗറ്റുമാണ്. 2ാം പകുതിയിലേക്ക് വരുമ്പോൾ 16 ഷോട്ടും 6 ഷോട്ട് ഓൺ ടാർഗറ്റും. അങ്ങനെ അറ്റാക്കിങ്ങിൽ ഒരുപാട് സാധ്യതകൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. കോർണർ ഷീൽഡ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇർഫാൻ യാദ്വാദ് അല്ലെങ്കിൽ ജോർദൻ ഗില്ലിന് കിട്ടിയ അവസരങ്ങൾ, പക്ഷേ ഇതൊന്നും ഇവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതിലുപരി ഡിഫൻസീവ് ഞാൻ നേരത്തെ പറഞ്ഞ നോർത്ത് ഈസ്റ്റിൻ്റെ പെർഫോമൻസ്, എസ്പെഷ്യലി ഗുർമീത് സിംഗ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഈ സീസൺ 1 ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് നടത്തുന്ന ഗോൾ കീപ്പേഴ്സിൽ ഒരാൾ തന്നെയാണ് ഗുർമീത് സിംഗ് എന്നുള്ളതാണ്. 2ാം പകുതിയിൽ നോർത്ത് ഈസ്റ്റിന് ഒരേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റാണ് വന്നത്. കൺവേർട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. സോ എന്താണെങ്കിലും ആദ്യ പകുതിയിൽ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആ ഒരു സീൽ ചെയ്തിരുന്നു കാര്യങ്ങൾ. പിന്നെ അവർ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ആ ഒരു മെൻറ്റാലിറ്റി കാണിച്ചു. ഒരു തീർച്ചയായിട്ടും ഡിസേർവ് ചെയ്യുന്നൊരു ടീം തന്നെയാണ് ഈ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഇനിഷ്യലി തന്നെ നല്ല രീതിയിൽ കളിച്ചു വന്ന ടീമാണ്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചാണ് ഒരുപാട് പോയിന്റ്സ് അവർക്ക് ലീഡ് ചെയ്യുന്നതിന് ശേഷം ഡ്രോപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പല ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഇന്നത്തെ മത്സരത്തിലെ ഈ 3-0 എന്ന് പറയുന്നൊരു വിജയം, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വിജയം പ്ലേ ഓഫിലേക്ക് അവരെ എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു പ്ലേ ഓഫ് ടീം ഏതാണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം. അപ്പം ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സൈനിങ് ഓഫ്.